ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു ബ്രിഞ്ചോൾ സാൽനയുടെ റെസിപ്പിയാണ്. നമ്മൾ ചെന്നൈയിലൊക്കെ ബിരിയാണി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തരണ ഒരു സൈഡ് ഡിഷാണ് ആക്ച്വലി ഈ സാൽന. ഈ ഗ്രേവി പക്ഷെ ബിരിയാണിക്ക് മാത്രമല്ല കേട്ടോ, ചപ്പാത്തി, പൊറോട്ട, റോട്ടി, നാൻ എല്ലാത്തിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ നമുക്ക് ഈ റെസിപ്പി നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ഇതിനൊരു പേസ്റ്റ് റെഡി ആക്കണം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് കപ്പലണ്ടിയാണ് ആദ്യം ഒരു പാനിലേക്ക് ചേർക്കുന്നത്. കപ്പലണ്ടി ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഓൾറെഡി വറുത്ത കപ്പലണ്ടി കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. അടുത്തത് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ എള്ളാണ്. ഈ കറിക്ക് വെള്ള എള്ളാണ് ഉപയോഗിക്കേണ്ടത്, സെസമി സീഡ്സ്. കറുത്ത എള്ള് ഉപയോഗിക്കരുത്. എള്ള് ചേർത്ത് നമുക്കിത് വീണ്ടും ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യാം. എള്ള് കരിയാണ്ട് നോക്കണം. ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയിലേക്ക് മാറ്റി നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വറുത്ത കപ്പലണ്ടിയും എള്ളും ഞാൻ ഇപ്പൊ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു 2 തക്കാളി മിക്സിയിൽ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇത് ഡയറക്റ്റ് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കണേ. എന്തായാലും അവസാനം ഒരു 2 വിസിൽ നമുക്ക് വെക്കണം ഇതിന്. അപ്പോ ഇത് ആദ്യം തൊട്ട് തന്നെ കുക്കറിൽ ഉണ്ടാക്കാം, അതായിരിക്കും എളുപ്പം. കുക്കറിൽ ഞാനിപ്പോ നല്ലോണം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 to 6 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും ഇതില്. ഈ കറിക്ക് എണ്ണ കുറച്ച് നല്ലോണം തന്നെ വേണം. എനിക്കും ഇങ്ങനെ എണ്ണ അങ്ങനെ കോരി ഒഴിക്കാൻ അധികം ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ഈ കറിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി നല്ലോണം തന്നെ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് വളരെ കുറച്ച് കടുക്, കുറച്ച് ക്ലോവ്സ്, ബ്ലാക്ക് പെപ്പർ, സിനമൺ സ്റ്റിക്സും പിന്നെ ഒരു 2 ഏലക്കയും. ഇതെല്ലാം ചേർത്ത് ഒരു 1 മിനിറ്റിന് ശേഷം നമുക്ക് നല്ലോണം നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയുടെ ഒപ്പം ഒരു 3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള നല്ലോണം ഒരു ബ്രൗൺ ആവണ വരെ വഴട്ടാം. ഇപ്പൊ സവാള നല്ലോണം വഴന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിൽ തീ കുറച്ച് വെച്ചിട്ട് ഇതിനാവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്. അടുത്തത് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കിതൊരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ പോയി. ഇനി നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ ചേർക്കാം. വഴുതനങ്ങ ഞാൻ ഇങ്ങനെ 4ആയിട്ട് കീറി വിട്ടേക്കാണ്. ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് 4ആയിട്ട് കീറിയിട്ടാണ് ഈ വഴുതനങ്ങ നമുക്ക് ചേർക്കേണ്ടത്. വഴുതനങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ചേർക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ആണ്. ഞാൻ അതോടൊപ്പം ഒരു 1/2 കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇതൊരു 5 to 6 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വെയിറ്റ് ഒന്നും ഇടണില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണേ ഉള്ളൂ. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ എണ്ണയൊക്കെ നല്ലോണം സെപ്പറേറ്റ് ആയിട്ടുണ്ട്, തക്കാളി നല്ലോണം കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ തക്കാളിയുടെ പുളിപ്പ് അനുസരിച്ചും നിങ്ങൾ ഉപയോഗിക്കുന്ന പുളിയുടെ എത്രത്തോളം ഉണ്ട് അതിന്റെ പുളിപ്പ് അനുസരിച്ചും ഇത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷെ ഈ കറിക്ക് ലൈറ്റ് ആയിട്ടൊരു പുളിപ്പേ പാടുള്ളൂ. ഈ പുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും എള്ളിന്റെയും പൊടി ചേർക്കാം. അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണിത്. പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ശർക്കര ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി കുറച്ച് മല്ലിയിലയും ചേർത്ത് നമുക്കിനി ഇത് ഒരു 2 വിസിൽ വരണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പൊ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി നമുക്കിനി ഇത് തുറന്നു നോക്കാം. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം സെപ്പറേറ്റ് ആയിട്ട്. ഒരു ഗാർണിഷിന് വേണ്ടി നമുക്ക് കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ അടിപൊളി കത്രിക്ക സാൽന റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പിക്ക് ഞാൻ പറഞ്ഞ മാതിരി എണ്ണ കുറച്ച് നല്ലോണം തന്നെ വേണം. അപ്പോഴേ അതിന്റെ കറക്റ്റ് ഒരു സ്വാദ് കിട്ടുള്ളൂ. അതുമല്ല, ഇത് ബിരിയാണിക്ക് മാത്രമൊന്നുമല്ല, നമ്മളെ നെയ്ച്ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എല്ലാത്തിനും ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോ വഴുതനങ്ങയൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു മസാല ഗ്രേവി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.